ആത്മീയ കഥകളുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുരുവിൻ്റെ സാന്നിധ്യമോ അല്ലെങ്കിൽ ഗുരുവിൻ്റെ ഒരു വാക്കോ പലരുടെയും ജീവിതം തന്നെ മാറ്റിമറിക്കാറുണ്ട്. എന്നാൽ ഗുരുവിൻ്റെ സാന്നിധ്യം തൻ്റെ ജീവിതത്തിൽ അത്ര ആവശ്യമല്ല എന്ന് കരുതുന്നവരുമുണ്ട്. ചിലർ പറയുന്നു, ഞാനൊരു ഗുരുവിനെ തപ്പി നടക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി, പക്ഷേ ഒരു ഗുരുവിനെ കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്ന്. നമ്മുടെ ആചാര്യന്മാർ പറയുന്നു, ഗുരുവിനെ അന്വേഷിച്ച് നമ്മൾ നടക്കേണ്ട ആവശ്യമില്ല. നല്ലൊരു ശിഷ്യനാകാൻ, നല്ലൊരു വ്യക്തിയാകാനുള്ള ഗുണഗണങ്ങൾ നമ്മൾ സ്വയം വർദ്ധിപ്പിച്ചെടുത്താൽ ഗുരു തന്നെ നമ്മുടെ മുന്നിൽ എത്തിക്കൊള്ളും. ഇതിന് നമ്മളുടെ ഇതിഹാസങ്ങളിലും മറ്റും ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വാൽമീകി മഹർഷിയുടെ മുന്നിൽ നാരദമുനി എത്തിച്ചേർന്നതാണ്. വാൽമീകി മഹർഷി ആവശ്യപ്പെട്ടിട്ടല്ല അവിടെ നാരദമുനി എത്തിച്ചേർന്നത്. അതുപോലെ തന്നെ വ്യാസഭഗവാൻ വളരെയധികം ദുഃഖിതനായിരുന്ന സമയത്താണ് നാരദമുനി അദ്ദേഹത്തിൻ്റെ അടുക്കൽ എത്തിച്ചേർന്നത്. അതുകൊണ്ടിവിടെ ആചാര്യന്മാർ പറയുന്നു, നമുക്ക് വേണ്ട സമയത്ത് ഗുരുക്കന്മാർ നമ്മുടെ മുന്നിൽ എത്തിച്ചേരും. ഈ ഗുരുക്കന്മാരുടെ ഒരു വാക്ക് ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച ധാരാളം വ്യക്തികളുണ്ട്, മഹാത്മാക്കളുണ്ട്. അങ്ങനെയുള്ള 2 പേരുടെ ചരിതമാണ് ഇന്ന് പറയാനായി പോകുന്നത്. അതിലൊന്നാമത്തേതായിട്ട് പറയുന്നത് പൃഥ്വിചന്ദ് എന്ന ഒരു സൈനികൻ്റെ കഥയാണ്. ഭാരതത്തിൽ ജീവിച്ചിരുന്ന മഹത്തായ സേവനങ്ങൾ ചെയ്ത ഒരു സൈനികൻ. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് വിദ്യാഭ്യാസമെല്ലാം പൂർത്തിയാക്കിയ സമയത്ത് ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ കുലഗുരു അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി. ആ കുലഗുരു വളരെയധികം ക്ഷീണിതനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, മോനെ, ഇനി ഒരു വരവ് ഇങ്ങോട്ടുണ്ടാവില്ല. ഞാൻ വളരെ ക്ഷീണിതനാണ്. ഞാൻ എൻ്റെ ശരീരം ഉപേക്ഷിക്കാനായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നീ എനിക്ക് ഒരു വാക്ക് തരണം. പൃഥ്വിചന്ദ് തൻ്റെ ഗുരുവിൻ്റെ എന്ത് വാക്കും അനുസരിക്കാൻ പാകത്തിനുള്ള ഒരു നിലയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഗുരുവിന് വാക്ക് കൊടുത്തു, അങ്ങ് പറയുന്ന എന്ത് കാര്യവും സാധിച്ചു തരാൻ ഞാൻ സന്നദ്ധനാണ്. കുലഗുരു പറഞ്ഞു, വേറെ ഒന്നുമല്ല, നമ്മളുടെ ആശ്രമം എന്നും സംരക്ഷിക്കണം. അപ്പോൾ പൃഥ്വിചന്ദ് വിചാരിച്ചു, ഇത്രയേ ഉള്ളോ കാര്യം? എന്താണെങ്കിലും ഗുരുവിന് വാക്ക് കൊടുത്തു. കാലം കുറേ കഴിഞ്ഞു. പക്ഷെ പൃഥ്വിചന്ദ് വിചാരിച്ചില്ല ഗുരുവിൻ്റെ ഈ വാക്കുകൾ ഭാവിയിൽ വലിയൊരു തിരക്കഥയുടെ ചുരുളഴിയാൻ പോകുന്ന ഒരു പാകത്തിനാണ് നിൽക്കുന്നത് എന്ന്. കാലക്രമേണ പൃഥ്വിചന്ദ് ഒരു സൈനികനായി. ആ സമയത്ത് ഭാരതം 2ആയി പിരിഞ്ഞു, ഭാരതവും പാകിസ്ഥാനും. ഈ ആശ്രമം കാശ്മീർ എന്ന ഭാഗത്തിലുമായി. പാകിസ്ഥാനാണെങ്കിലോ സ്ഥിരമായി കാശ്മീരിനായിട്ട് ഭാരതവുമായി യുദ്ധം ചെയ്യുന്ന അവസരവും. ഒരിക്കൽ പാകിസ്ഥാൻ ഇതുപോലെ ശക്തമായി യുദ്ധം ചെയ്യുന്ന അല്ലെങ്കിൽ അതിനായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് പൃഥ്വിചന്ദും ഒരു 13 സൈനികരുമായി കാശ്മീരിലേക്ക് യാത്രയായി. ഈ സമയത്ത് ലഡാക്ക് പ്രദേശങ്ങളിലൊക്കെയുള്ള പ്രത്യേകത അതിശൈത്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾ എല്ലാ സമ്പത്തുകളും അവരുടെ സ്വത്തെല്ലാം ഉപേക്ഷിച്ച് എങ്ങനെയെങ്കിലും അവിടുന്ന് പലായനം ചെയ്യുന്ന ഒരു സമയമായിരുന്നു. കാരണം യുദ്ധം വരാൻ പോകുന്നു, അവരുടെ ജീവന് തന്നെ ഭീഷണിയാണ്. വളരെയധികം ധൈര്യസമേതമാണ് പൃഥ്വിചന്ദും കൂട്ടരും ഈ ലഡാക്ക് ഭാഗത്തേക്ക് പോയത്. ഒരു തരത്തിൽ ഹിമാലയമൊക്കെ കടന്ന് അവർ ആ പ്രദേശത്തെത്തി. അന്നവിടെ തമ്പടിച്ചു. രാത്രി ഉറങ്ങാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലായി. പൃഥ്വിചന്ദ് ഏകദേശം ഒരു നല്ല രീതിയിൽ ഉറക്കം പിടിച്ചപ്പോൾ സ്വപ്നത്തിൽ തൻ്റെ കുലഗുരു വന്നു. കുലഗുരു വന്നപ്പോഴേക്കും പെട്ടെന്ന് പൃഥ്വിചന്ദ് വിചാരിച്ചു, എന്താണ് പെട്ടെന്ന് ഒരു നിമിഷം കുലഗുരുവിനെ കണ്ടത് എന്ന് വിചാരിച്ചു. എന്താണെങ്കിലും തനിക്ക് തോന്നിയതായിരിക്കുമെന്ന് വിചാരിച്ച് വീണ്ടും ഉറക്കം പിടിച്ചു. വീണ്ടും കുലഗുരു സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞു, മോനെ, നമ്മുടെ ആശ്രമം സംരക്ഷിക്കണം. ഈ ഒരു വാക്ക് കേട്ടതും പെട്ടെന്ന് പൃഥ്വിചന്ദ് ഞെട്ടി എഴുന്നേറ്റു. കാരണം ഏകദേശം 10 വർഷം മുൻപാണ് കുലഗുരു തന്നോട് ഈ ഒരു വാക്ക് ചോദിച്ചത്. ഏകദേശം ഓർമ്മയിൽ നിന്ന് തന്നെ പൃഥ്വിചന്ദ് ഇത് മറന്നുപോയിരുന്നു. പക്ഷേ ഇപ്പോൾ കുലഗുരു തന്നെ വന്ന് ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് മനസ്സിലായത്, ഈ ആശ്രമം ലഡാക്ക് മേഖലയിലാണ്. പാകിസ്ഥാൻ്റെ ആക്രമണം നടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആശ്രമത്തിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. എന്താണെങ്കിലും വർദ്ധിച്ച വീര്യത്തോടുകൂടി തൻ്റെ കുലഗുരുവിന് കൊടുത്ത വാക്ക് പാലിക്കണം എന്നുള്ള ആ ഒരു തീരുമാനത്തോടുകൂടി മുന്നോട്ട് പോകാൻ തന്നെ പൃഥ്വിചന്ദ് തീരുമാനിച്ചു. പക്ഷേ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പെടുക്കാൻ മേലധികാരികൾ സമ്മതിച്ചില്ല. കാരണം അതിശൈത്യമാണ്. അവിടെ പട്ടാളക്കാരെ എത്തിക്കുക, യുദ്ധം ചെയ്യുക എന്നുള്ളതൊന്നും അത്ര പ്രായോഗികമല്ല. പക്ഷേ എങ്ങനെയൊക്കെയോ പൃഥ്വിചന്ദ്
തൻ്റെ മേലധികാരികളെ കൊണ്ട് ഒരു തരത്തിൽ സമ്മതിപ്പിച്ചു. ചില തന്ത്രങ്ങളൊക്കെ മെനഞ്ഞു. ഇവരാകെ 13 പേർ വീണ്ടും മുന്നോട്ട് നീങ്ങി സുരക്ഷിതമായിട്ടുള്ള ഒരു താവളത്തിലെത്തി. ആ താവളത്തിൽ വിമാനങ്ങൾക്കൊക്കെ ഇറങ്ങാൻ പാകത്തിനുള്ള ഒരു ഹെലിപ്പാഡല്ല, വിമാനങ്ങളും എല്ലാം ഇറങ്ങാൻ പാകത്തിനുള്ള ഒരു സ്ഥലം തൻ്റെ സുഹൃത്തായിട്ടുള്ള ഒരു എഞ്ചിനീയറെ കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിർമ്മിച്ചെടുത്തു. ഭാരത സർക്കാർ കൂടുതൽ സൈനികരെ വളരെ വേഗം വിമാനത്തിൽ ഇവിടെ എത്തിച്ചു. അങ്ങനെ പാകിസ്ഥാൻ്റെ ആക്രമണത്തെ വളരെ ഫലപ്രദമായി നേരിട്ടു. ആ യുദ്ധത്തിൽ ഭാരതം വിജയിക്കുകയും ചെയ്തു. അങ്ങനെ ലഡാക്കിലുള്ള തൻ്റെ കുലഗുരുവിൻ്റെ ആശ്രമം സംരക്ഷിക്കപ്പെടുകയും ചെയ്തു. പിന്നീട് ഈ വീരോചിതമായിട്ടുള്ള കർത്തവ്യത്തിന് ഭാരതം മഹാവീർ ചക്ര നൽകി പൃഥ്വിചന്ദിനെ അനുഗ്രഹിക്കുകയും അല്ലെങ്കിൽ അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തു. ഇവിടെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് മഹാന്മാരായിട്ടുള്ള പല ആളുകളുടെയും ജീവിതത്തിൽ അദൃശ്യരായിട്ടുള്ള പല ഗുരുക്കന്മാരുടെയും സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ്. നിർദ്ദേശമുണ്ട്, വഴികാട്ടിയായിട്ട് അവർ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു പക്ഷേ നമ്മൾ അവരോടൊന്ന് നേരിട്ട് സംവദിക്കുന്നില്ലാത്തത് കൊണ്ട് അവരുടെ ജീവിതത്തിലെ ഈ മാറ്റങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു ഗുരുവിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ വളരെ അത്യന്താപേക്ഷിതമാണ്. ഇതുപോലെ തന്നെ ഒരു ഗുരുവിൻ്റെ വാക്ക് വളരെ മഹാനായിട്ടുള്ള ഒരാളുടെ ജീവിതത്തിൽ വരുത്തിയ മാറ്റം നമുക്ക് മറ്റൊരു കഥയിലൂടെ കേൾക്കാം. അതാണ് ജിം കോർബറ്റ്. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് ഉത്തരാഖണ്ഡിലെ നാഷണൽ പാർക്ക്, ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. ഈ ജിം കോർബറ്റ് ആരായിരുന്നു എന്നൊന്ന് നോക്കാം. ഉത്തരാഖണ്ഡിലെ കുമയൂൺ മേഖല നരഭോജികളായിട്ടുള്ള കടുവകളുടെ ഒരു കേന്ദ്രമായിരുന്നു. നരഭോജികളായിട്ടുള്ള കടുവകൾ എത്രമാത്രം അപകടകാരിയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അന്ന് ബ്രിട്ടീഷ് ഭരണമാണ് നടക്കുന്നത്. അപ്പോൾ ഈ നരഭോജികളായിട്ടുള്ള കടുവകളെ നേരിടാൻ വേണ്ടി ബ്രിട്ടീഷ് സർക്കാർ ഒരു ശിക്കാരിയെ നിയോഗിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ നിയോഗിച്ച വേട്ടക്കാരനാണ് ഈ ജിം കോർബറ്റ്. ജിം കോർബറ്റ് ഉത്തരാഖണ്ഡിലെ ഈ കുമയൂൺ മേഖലയിൽ വന്ന് പല ഗ്രാമങ്ങളിലും ഈ കടുവകളുടെ ശല്യമുണ്ട്. അവയെപ്പറ്റിയെല്ലാം പഠിച്ചു, ഗ്രാമവാസികളോടൊക്കെ സംസാരിച്ചു. അപ്പോൾ മനസ്സിലായി ഈ നരഭോജികളായിട്ടുള്ള കടുവകൾ ധാരാളം സ്ത്രീകളെയും യുവാക്കളെയും എല്ലാം കൊന്നിട്ടുണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ എന്താണെങ്കിലും ഇവയെ കൊല്ലുകയല്ലാതെ വേറെ നിവൃത്തിയില്ല എന്ന് മനസ്സിലായി. അങ്ങനെ ആദ്യം ചമ്പാവതി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ 436 പേരെ കൊന്ന ഒരു നരഭോജിയായിട്ടുള്ള കടുവയെ ജിം കോർബറ്റ് വെടിവെച്ച് കൊന്നു. അങ്ങനെ പിന്നീട് പല ഗ്രാമങ്ങളിലെയും ഈ നരഭോജികളായിട്ടുള്ള കടുവകളെ അതിസാഹസികമായി, നമുക്കറിയാം ഒരു കടുവയെ കൊല്ലുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, അങ്ങനെ അതിസാഹസികമായിട്ട് ഇവയെല്ലാം കൊന്നു. ഒരു സമയത്ത് ആന്ധ്രയിലൂടെ ഈ ജിം കോർബറ്റ് സഞ്ചരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ നായാടി നടക്കുമ്പോൾ അല്ലെങ്കിൽ വേട്ടയാടി നടക്കുമ്പോൾ തൻ്റെ മുന്നിൽ എത്തിച്ചേർന്ന ഒരു കടുവയെ ജിം കോർബറ്റ് കൊന്നു. വളരെ സന്തോഷവാനായി വിജയശ്രീലാളിതനായി നിൽക്കുന്ന ജിം കോർബറ്റ് താൻ വന്നിരുന്ന ജീപ്പിലേക്ക് പ്രവേശിച്ചു. ഡ്രൈവർ ജീപ്പ് സ്റ്റാർട്ട് ചെയ്തു. ജീപ്പ് മുന്നോട്ട് പോകുന്നില്ല. അതോടുകൂടി ഇദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലായില്ല. കാരണം രാത്രി സമയമായി കഴിഞ്ഞാൽ ഇനി ഈ കാട്ടിൽ കഴിഞ്ഞുകൂടുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആരോ പറഞ്ഞു, ഇവിടെ തൊട്ടടുത്ത് ചിത്രാവതി നദിയുടെ അപ്പുറത്തൊരു ബാലകനുണ്ട്, അദ്ദേഹം വളരെ ദിവ്യനാണ്, സമീപിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുമെന്ന്. അങ്ങനെ ആ ബാലനെ പോയി കണ്ടു. ആ ബാലൻ ഇവരുടെ കൂടെ തിരിച്ചു വന്ന് ജീപ്പിനടുത്തെത്തി. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, നീ ആരെയാണ് വേട്ടയാടിയതെന്നറിയാവോ? ഈ കടുവ നിനക്ക് എന്തെങ്കിലും ഉപദ്രവം ചെയ്തോ? ഈ കടുവയുടെ 2 കൊച്ചു കുട്ടികൾ ഈ അമ്മയെ കാത്ത് ഇരിക്കുകയാണ്. അതുകൊണ്ട് ഈ കുട്ടികളെ ആദ്യം തന്നെ പിടിച്ച് മൃഗശാലയിൽ ഏൽപ്പിക്കുക. ഈ ബാലകൻ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജിം കോർബറ്റ് ആ കടുവയുടെ മുകളിൽ കാലൊക്കെ വെച്ച് താളം പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതൊക്കെ കേട്ടപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ മാനസിക നില തന്നെ മാറിമറിഞ്ഞു. അതിനുശേഷം പറഞ്ഞു, ഡോണ്ട് ഷൂട്ട് വിത്ത് യുവർ ഗൺ, ഷൂട്ട് വിത്ത് യുവർ ക്യാമറ, അത് നിന്നെ പ്രശസ്തനാക്കും. ജിം കോർബറ്റ് വളരെ പ്രശസ്തനായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഫോട്ടോഗ്രാഫിയിൽ കമ്പമുള്ള ഒരാളും കൂടിയായിരുന്നു. ഈ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചു. പിന്നീട് ഭഗവാൻ ശ്രീ സത്യസായി ബാബ എന്ന് അറിയപ്പെട്ട സത്യൻ എന്ന് പറയുന്ന ബാലകനായിരുന്നു ഈ ഉപദേശം കൊടുത്തത്. പിന്നീട് ജിം കോർബറ്റ് വളരെ വലിയൊരു മനുഷ്യസ്നേഹിയും പ്രകൃതി സ്നേഹിയുമായി മാറി. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഭാരതത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. ഗുരുവിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ അനിർവചനീയമാണ്. മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം.